സെക്രട്ടേറിയറ്റിലെ ലക്ഷങ്ങളുടെ ആക്രിക്കടത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ സംഘം. ആക്രി കച്ചവടക്കാരൻ മുത്തുവേലിന്റെ പേരിൽ വ്യാജ കരാർ ഉണ്ടാക്കിയാണ് ആക്രിക്കടത്ത്. തെളിവ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആക്രി എടുക്കാൻ കരാർ എടുത്തിട്ടില്ലെന്നും തന്റെ പേരിൽ അങ്ങനെയൊരു കരാർ ഇല്ലെന്നും തിരുവനന്തപുരത്തെ ആക്രി കച്ചവടക്കാരൻ മുത്തുവേൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരൻ ബിനു ആക്രി കൊണ്ടുവരാറുണ്ടെന്നും അതിന്റെ പണം അക്കൗണ്ടിൽ കൊടുക്കാറുണ്ടെന്നും മുത്തുവേൽ വെളിപ്പെടുത്തി. സംഭവം ഞാൻ ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അവിടെ ബിനുവിന് ഒരു സാറ് നമ്മളിവിടെ ബന്ധപ്പെട്ട് സാധനം നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആധാർ കാർഡ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറെ ലെറ്റർ പേഡ് എഴുതുമ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഒരു സാധനം വണ്ടി ചോദിക്കും, ഞാൻ വണ്ടി പറഞ്ഞു കൊടുക്കും. സാധനത്തിൻ്റെ പേയ്മെൻറ്റ് അവർ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ബിനുവിൻ്റെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ആധാർ എന്തിനാണ് കൊണ്ടുപോയത്? എന്ത് പറഞ്ഞാൽ ആധാർ ഇപ്പോൾ ഏത് പാർട്ടിക്ക് സാധനം കൊടുക്കണം അവർക്ക് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ആധാർ ചോദിച്ചു. ആധാർ കാപ്പി ഞാൻ അവരുടെ കൊടുത്തു. എൻ്റെ ആധാർ കൊടുത്തു. എത്ര കാലമായിട്ടുണ്ടോ കൊടുത്തിട്ട്? കൊടുത്തൊരു 2 കൊല്ലം 2.5 കൊല്ലം. അപ്പോൾ ഇങ്ങനൊരു കരാർ നിങ്ങളുമായിട്ടില്ല? ഇല്ല, കരാറില്ല. നിങ്ങളിത് അറിഞ്ഞൂല്ല? ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് സാധനം ആറ് അടയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവർ സാധനം കൊണ്ടുവന്നാൽ അവർ ചിലപ്പോൾ കയ്യിൽ മേടിക്കും, അല്ലെങ്കിൽ അവർ അക്കൗണ്ടിൽ അടച്ചു കൊടുക്കും. ആരുടെ അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്? ബിനുവിൻ്റെ. അത് ബിനു പറയുന്നുണ്ട് ഇത് ആർക്കാ വേണ്ടിയിട്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നത്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ സർക്കാർ അടയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അല്ല, നിങ്ങളെ പേരിലാണ് ഇപ്പോൾ അവിടെ ടെൻഡർ ഉള്ളത്. നിങ്ങളങ്ങനെ ടെൻഡർ പിടിച്ചില്ലല്ലോ? ടെൻഡർ പിടിച്ചില്ല. നിങ്ങൾ അങ്ങനെ ഒരു കൊട്ടേഷൻ കണ്ടിട്ടില്ല? അപ്പോൾ അവർ സാധനം എടുക്കുമായിരിക്കും. ഈ വണ്ടി നിങ്ങൾ വിട്ടു കൊടുക്കുന്നുണ്ടോ? ആ വണ്ടി വിട്ടു കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലെ വണ്ടി വിട്ടു കൊടുക്കും? അപ്പോൾ അവിടുന്ന് സാധനം എടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കും പോലെ ഇവർക്കും വിട്ടു കൊടുക്കും? അവർക്ക് വിട്ടു കൊടുത്തു. നമ്മൾ സാധാരണ ഒരു പേപ്പർ ഹോൾസെയിൽ കച്ചവടം നമ്മൾ ഇങ്ങനെ ഒരു സംഭവമെന്ന് വിചാരിക്കും. നിങ്ങളുടെ പേരിലാണ് ഇപ്പോൾ പണം മുടക്കാതെ കിടക്കുന്നത് ട്രഷറിയിൽ. നാളെ വിജിലൻസ് അന്വേഷണം വന്നാൽ താങ്കളെ നേർക്ക്, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം വന്നാൽ താങ്കളുടെ നേർക്കാണ് വരിക. നമ്മൾ ഇനി വരുമ്പോൾ അവർ അക്കൗണ്ടിൽ അയച്ച കാശ് അടിച്ച ഇത് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. എൻ്റെ നെയിം കട അക്കൗണ്ടിലിരുന്നാൽ പോയിട്ടുണ്ട്. വിജയ് ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ தான் ബിനുക്ക് സാധനം പറഞ്ഞ സമയമെല്ലാം പേയ്മെൻറ്റ് അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ അവരെന്താ MLA ഹാസ്റ്റലിൽ അവിടെ ഉള്ള പത്രം അത് ആദ്യം അത് കൊണ്ടുവന്ന്, പിന്നെ ഇതുകൊണ്ട് അതുപോലെ വിചാരിച്ചു ഇങ്ങനെ ഒരു സംഭവം നമുക്ക് അറിഞ്ഞിട്ടില്ല. എത്ര രൂപ ഏകദേശം കൊടുക്കുന്ന? എത്ര രൂപ ശരാശരി? ശരാശരി 23, 25, 16 അങ്ങനെ വരും ഓരോ ദിവസവും. ഓരോ ലോഡുക്കും. ഓരോ ലോഡിനും. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ദിവസം 2-3 ലോഡൊക്കെ ഉണ്ടാവില്ല? ഒരു ലോഡ് കാണും, വെള്ളപ്പം 2 ലോഡ്. ഞാൻ അപ്പോൾ അവിടെ ഉള്ള വേസ്റ്റിന് വിചാരിച്ചു ഇങ്ങനെ ഉള്ള സംഭവം നമുക്ക് അറിഞ്ഞില്ല. ഇനി നമ്മൾ എടുക്കില്ല സാർ. നമ്മളിപ്പോൾ ഒരു 10-12 കൊല്ലം ആയി ഇവിടെ, ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ആയിട്ടില്ല. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെയൊരു ഈ സ്ക്രാപ്പുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊട്ടേഷൻ ഇയാളുടെ പേരിൽ ഈ ആധാർ കാർഡ് വെച്ച് ഈ ബിനുവും സംഘവും ഉണ്ടാക്കി. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, ഇല്ലാത്ത കൊട്ടേഷൻ്റെ പുറത്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതിനൊരു നയാ പൈസ സെക്രട്ടേറിയറ്റിൽ അടച്ചിട്ടില്ല ചട്ടപ്രകാരം. 3, ഈ പണം താൽക്കാലിക ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഈ സാധനങ്ങൾ കടത്തി ആക്രി കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് താൽക്കാലിക ജീവനക്കാരൻ പണം സമ്പാദിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭ്യമായ വിവരം. ഇതിന് പിന്നിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? TV പ്രസാദ്, എത്ര ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ടാവും? അരുൺ, ഇത് അനുമാനമല്ല, കൃത്യമായ തെളിവാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് അരുൺ, മുത്തുവേലിൻ്റെ പേരിലാണ് സർക്കാർ ഉത്തരവിറക്കുന്നത്. അതായത് പൊതുഭരണ വകുപ്പ് ഇറക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗേറ്റ് പാസ് കൊടുക്കുന്നത്. അങ്ങനെയൊരു ഉത്തരവിറക്കാൻ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കഴിയുന്നത് എന്നുള്ളതാണ് ഈ മുത്തുവേലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഗേറ്റ് പാസ് നമുക്ക് നോക്കാം. പൊതുഭരണ വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കുന്ന. ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതുമാണ്. അതിൻ്റെ ഗേറ്റ് പാസ് അനുവദിക്കുന്നതിലുള്ള വാചകം നമുക്ക് വായിക്കാം. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പ്രധാന മന്ദിരത്തിലും അനക്സ് 1-2 യാർഡിലും സൂക്ഷിച്ചിട്ടുള്ള പാഴ്ക്കടലാസുകൾ, മൂല്യമുള്ള പാഴ്ക്കടലാസുകൾ ഏകദേശം 3 ലോഡ് KL1CV 3165 നമ്പർ വാഹനത്തിൽ നീക്കം ചെയ്യുന്നതിന് ശ്രീ മുത്തുവേൽ TC നമ്പർ 391536 പമ്പിക് റോഡ് കിള്ളിപ്പാലം തിരുവനന്തപുരം എന്നയാളിന് അനുമതി നൽകി ഗേറ്റ് പാസ് അനുവദിച്ചിരിക്കുന്നു.
ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും ബന്ധപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരുടെയും മേൽനോട്ടത്തിലാണ് പാഴ്ക്കടലാസുകൾ നീക്കം ചെയ്യേണ്ടത്. പ്രാധാന്യമുള്ളതും നടപ്പിലുള്ളതുമായ ഫയലുകൾ, രജിസ്റ്ററുകൾ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ ഇവ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹണി പി അഡീഷണൽ സെക്രട്ടറി, അതായത് അഡീഷണൽ സെക്രട്ടറിയായ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ഭരണാനുകൂല സംഘടനാ നേതാവായ ഹണി പി എങ്ങനെയാണ് ഈ ഉത്തരവിറക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ, ഈ മുത്തുവേൽ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് മറ്റ് കച്ചവടക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുത്തുവേലിനെ കണ്ടതും. അരുൺ, ഇതിലൊരു കാര്യം ഉറപ്പാണ്. 2021 മാർച്ച് വരെ ഒരു കരാറുകാരനുണ്ടായിരുന്നു. ആ കരാറുകാരനെ നമ്മൾ കണ്ടെത്തി. ആ കരാറുകാരൻ്റെ പൂർണ്ണമായ വിവരം നമുക്ക് അടുത്ത ദിവസം സംപ്രേഷണം ചെയ്യാൻ കഴിയും. അതായത് 2021 മാർച്ച് മാസം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. പിണറായി സർക്കാരിൻ്റെ ആദ്യകാലം കഴിയുന്ന ഒരു ഘട്ടമാണിത്. അതായത് 2021 മാർച്ചിന് ശേഷം ഒരു കരാർ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത കരാറിലാണ് മുത്തുവേലിൻ്റെ പേരിൽ സർക്കാർ ഉത്തരവിറക്കുന്നതും ആ സാധനം എത്തിക്കുന്നത് മുത്തുവേലിൻ്റെ കടയിലും മറ്റ് പല കടകളിലുമാണ്. മുത്തുവേൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, താൻ ഈ പണം ബിനു എന്ന താൽക്കാലിക ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു എന്നതാണ്. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, ബിനു എന്ന താൽക്കാലിക ജീവനക്കാരൻ ഇതിലെ ഒരു കണ്ണി മാത്രമാണ്. കാരണം ബിനു അല്ല ഉത്തരവിറക്കുന്നത് പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായ പി ഹണി എന്ന ഭരണാനുകൂല സംഘടനാ നേതാവാണ്. ബിനു വിചാരിച്ചാൽ അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല. ഈ ബിനു പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളോട് വെളിപ്പെടുത്തിയത്, ബിനുവിനെ നിയമിച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ ഭരണാനുകൂല നേതാവ് പി ഹണി ആണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പി ഹണി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ബിനുവിൻ്റെ അക്കൗണ്ടിലേക്ക് മുത്തുവേൽ പണമടച്ചതിൻ്റെ രസീത് ഉൾപ്പെടെ മുത്തുവേലിൻ്റെ കയ്യിലുണ്ട്. മുത്തുവേൽ ഇന്നേ വരെ സെക്രട്ടേറിയറ്റിലേക്ക് പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇക്കഴിഞ്ഞ 3 വർഷം എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ആക്രി പുറത്തേക്ക് പോയത്? ഇതിനു മുമ്പ് കരാറെടുത്ത ആൾ ഓരോ തവണ ആക്രി പുറത്തേക്ക് പോകുമ്പോഴും 25,000 രൂപയും 20,000 രൂപയും മുൻകൂർ അടച്ച് ഗേറ്റ് പാസ് വാങ്ങുന്നുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഇത് അഴിമതിയാണ്. ഇല്ലാത്ത ആളെ വെച്ച് ഒരു കരാറുണ്ടാക്കി അതിൻ്റെ മറവിൽ ആക്രി കടത്തുകയാണ്, ലക്ഷങ്ങൾ വിലയുള്ള ആക്രി. അരുൺ, ഒരു നിമിഷം ടി വി പ്രസാദ്, എനിക്ക് 2 സംശയങ്ങളുള്ളത്. ഇതിനകത്ത് ഈ മുത്തുവേൽ അല്ലാതെ ഇതിൽ കൊട്ടേഷൻ കൊടുത്ത് ഇതെടുക്കാൻ താല്പര്യമുള്ള നിരവധി പേർ നിൽക്കുന്നു. അതായത് കൊട്ടേഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ആക്രി സാധനങ്ങൾ കൂടി സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം മലിനമായി കിടക്കുന്നത് കൊണ്ടല്ലല്ലോ നീക്കം ചെയ്തിരിക്കുന്നത്. ഈ കൊടുത്താൽ പണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണല്ലോ ഈ താല്പര്യം കാണിക്കുന്നതും ഈ ആധാർ കാർഡ് സ്വീകരിച്ചുകൊണ്ട് ഇല്ലാത്ത കൊട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതും. ടി വി പ്രസാദ്, ഉറപ്പായിട്ടും വരും. അതായത് സെക്രട്ടേറിയറ്റിലെ ഇത്തരം സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിനെല്ലാം ചട്ടങ്ങളുണ്ട്. ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങളും നീക്കം ചെയ്യേണ്ടതെന്ന്. ഈ ആക്രി സാധനങ്ങൾ, അതായത് പാഴ്വസ്തുക്കൾ, കാർബോർഡുകൾ, മറ്റ് ഇത്തരം വിലപിടിപ്പുള്ള വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും, ഒരു ടെൻഡറിന് ക്ഷണിക്കും. അങ്ങനെ ടെൻഡർ ക്ഷണിച്ചതനുസരിച്ച് കൂടുതൽ ആളുകൾ വരും. നേരത്തെ എടുത്ത കരാറുകാരൻ പറയുന്നത് 12 പേർ വന്നിരുന്നു, അതിൽ കൂടിയ വില കൊടുത്തുകൊണ്ട് തനിക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ പോലും ടെൻഡറിൽ പങ്കെടുത്ത് വിളിച്ചാൽ പോലും ആരുടെ അക്കൗണ്ടിലാണ് പണം ഇടേണ്ടത്? അത് ഈ താൽക്കാലിക ജീവനക്കാരന്റെ അക്കൗണ്ടിലല്ലല്ലോ പണം അടയ്ക്കേണ്ടത്, ട്രഷറിയിൽ അല്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം അരുൺ. അത് തന്നെയാണ് പ്രശ്നം. അതായത് ഈ പണം അതെ സർ, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് പണം വരുന്നില്ല. അതായത് കഴിഞ്ഞ 2021 മാർച്ചിന് ശേഷം നമ്മുടെ സർക്കാരിലേക്ക് പണം വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കരാറുകാരൻ ഇന്നേ വരെ സെക്രട്ടേറിയറ്റിനകത്ത് ഇതിൻ്റെ ആവശ്യത്തിന് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഗുരുതരമായ പ്രശ്നം. ഇത് ഉദ്യോഗസ്ഥ അഴിമതി തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരാം. ആക്രി കച്ചവടത്തിന്റെ പേരിലും തട്ടിപ്പോ എന്താണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്?